ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഇന്ന് ശരിയാക്കാൻ കൊടുക്കാനാണ് കേട്ടോ. വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഹാലിഫോർഡിലാണ് കേട്ടോ നമ്മൾ ശരിയാക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ വണ്ടി ഇവിടെ സർവീസല്ല, ജസ്റ്റ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് അതാ ഹാലിഫോർഡിൽ കൊടുത്തിട്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു പോവാണ് കേട്ടോ. ബസ് നോക്കി നിന്നിട്ട് ബസ്സൊന്നും വരുന്നില്ല. കുറേ നേരം എടുക്കും. ബസ് നോക്കിയിരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിലെത്താം കേട്ടോ നടന്ന്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുതൽ കാലിൽ നല്ല വേദനയാണ് കേട്ടോ. നടുവിൻ്റെ ഭാഗം മുതൽ കാലിലേക്ക് നല്ല വേദന ഇറങ്ങുന്നുണ്ട്. എന്താണ് സംഭവം ഒന്നും ഒരു പിടിത്തമില്ല. ഇന്നിനിപ്പോൾ ഡോക്ടർ അപ്പോയിൻമെൻറ്റിന് എടുക്കണം, റിക്വസ്റ്റ് അയക്കണം. എന്നിട്ട് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടുമോ നോക്കണം GPയിൽ. എന്നിട്ട് എന്തെങ്കിലും മെഡിസിൻ കിട്ടുമോ നോക്കണം. അതിന് എന്താണെന്നൊരു പിടുത്തമില്ല. ഇനി ക്ലൈമറ്റിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. ഭയങ്കര വേദനയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നടക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല പെയിനുണ്ട്. ഇന്നലെ ജോലിക്ക് പോയപ്പോഴും അത് തന്നെ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. മാറുമായിരിക്കും. ഇത് ഈ കാണുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇതിൽ നമ്പറൊക്കെ കണ്ടോ. ഈ നമ്പറിൽ ഇവിടെ എല്ലാ ബസ്സിലും നമ്പർ ഉണ്ടാകും കേട്ടോ. ഇവിടെ എല്ലാ ബസ്സുകൾക്കും ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബോർഡിൽ കാണുന്ന നമ്പറിലുള്ള ബസ്സുകളൊക്കെ ഈ വഴിക്കാണ് കേട്ടോ പോകുന്നത്. ഈ സ്റ്റോപ്പിൽ നിർത്തുന്ന ബസ്സുകളാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ GPയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ബുക്ക് ചെയ്ത് ഉടനെ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. GPയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ GPയിൽ ബുക്ക് ചെയ്താൽ പെട്ടെന്നൊന്നും അങ്ങനെ വിളിക്കുന്നതല്ല. എനിക്കൊന്ന് ബാക്ക് ഇഞ്ചുറി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക GPയിലേക്ക്. അപ്പോൾ പോയിട്ട് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ പോയിട്ട് ഇനി എന്താണ് കാര്യമെന്ന് നമുക്ക് നോക്കാം. അവരെന്താ പറയുന്നതെന്ന് അറിയത്തില്ല. എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ GP പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകല്ല, വണ്ടി എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. വണ്ടി ശരിയാക്കാൻ കൊടുത്തത് അവിടെ ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PG8-ൻ്റെ ഷോറൂമിൽ കൊടുത്താലേ അത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അവരെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ MOTയും ചെയ്യുന്നില്ല. അപ്പോൾ ഇനി വേറെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് നോക്കണം ഇനി അത് ശരിയാക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം MOT എടുക്കാനായിട്ട്. അപ്പോൾ GP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, GP എന്ന് പറഞ്ഞത് അതിനെ സ്കാൻ ചെയ്ത് നോക്കണം എന്താണ് ശരിക്കുള്ള റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പെയിനുണ്ട്. അപ്പം ഇനിയിപ്പോൾ അത് സ്കാൻ ചെയ്ത് നോക്കണം. അപ്പോൾ അവർ മെഡിസിൻ പെയിൻ കില്ലറൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പാരസെറ്റാമോളും അതിൻ്റെ കൂടെ കഴിക്കാൻ പറഞ്ഞു. പിന്നെ 2 വീക്സ് റെസ്റ്റ് വേണം കേട്ടോ പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റ് എടുക്കാൻ പറ്റുമോയെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ ഇനി ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയിട്ട് പിന്നെ കാണാം. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ചെറി കണ്ടു കേട്ടോ. ഇതാ ഇവിടെ ചെറി നിൽക്കുന്നു. അപ്പോൾ അത് പറിച്ചിട്ട് ചെറി പറിച്ചിട്ട് പ്രിയക്ക് കഴിക്കാനാണ് കേട്ടോ. പ്രിയക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് പ്രിയക്ക് കഴിക്കാൻ കൊടുത്തു. പ്രിയ അത് തുപ്പിക്കളഞ്ഞു. എന്താണ് പുളിയുണ്ടോ? പുളിയായിരുന്നു കേട്ടോ. ആദ്യം ഒരെണ്ണം കഴിച്ചായിരുന്നേ, അത് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കിടിലാന്ന് വിചാരിച്ചിട്ട് ചുമന്നിരിക്കുന്ന കളറ് കണ്ടോണ്ട് വേണമെന്ന് പറഞ്ഞ കേട്ടോ. പുളിയായിപ്പോയി. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് ഇതാ മുടി വെട്ടാനായിട്ട് കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കോലയൊക്കെ ഒന്ന് മാറ്റണം, മുടിയൊക്കെ വെട്ടിയിട്ട്. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞ് പിന്നെ മുടി വെട്ടിയിട്ട് പിന്നെ വെട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഇനി ഈ കോലമൊക്കെ ഒന്ന് മാറ്റണം, മുടി വെട്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പുതിയ ലുക്ക്. മുടിയൊക്കെ വെട്ടിയതാ ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. സൈഡാണ് കേട്ടോ, സൈഡൊക്കെ നല്ലതായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ മുകളിൽ ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ലുക്ക് ഇഷ്ടമായിട്ടുള്ളവർ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞുവാവെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഞാനുണ്ട്, പ്രിയുണ്ട്, ഇതാ കാച്ചുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട് വന്നു കേട്ടോ. ഞാൻ ശരിക്കും അവിടെ ചെല്ലുമ്പം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു കേട്ടോ. പക്ഷേ
എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. അത് കഴിഞ്ഞ് ഫോണിലായിപ്പോയി കുറേ നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ ചെന്നിട്ട്. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. കാച്ചു വാ, ഇറങ്ങി വാ. ആ കാച്ചു ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കാച്ചു ഇതാ കാർ സീറ്റിലായിരുന്നു. ഇതാ ഇപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ മുട്ടായിയൊക്കെ മതി. അതായത് മുട്ടായിയും ഒരു ജ്യൂസും കൂടെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് മുട്ടായ ഇതെന്തോ? ഇത് സോഡയെന്നാണ് കേട്ടോ കാച്ചു പറയുന്നത്. സോഡയാന്നാ പറയുന്നത്. ഈ മുട്ടായാണോ മേടിച്ചത്? കാച്ചുവിന്റെ സോഡയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ കാച്ചു പറ. ആണോ? ശരി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.